ഞാൻ അങ്ങനെ ഒരു വിമർശനം മറ്റൊരാളുടെ പറഞ്ഞത്. അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന പേരിൽ കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ, ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂവിൽ ഇങ്ങനൊരു വിമർശനം കണ്ടു. ശരിക്കും ആ വിമർശനവും ആ റിവ്യൂവർക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഈ സിനിമയെ ഒരു നെഗറ്റീവായിട്ട് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് പറഞ്ഞൊരു ഉണ്ണി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമുണ്ട്. അച്ഛൻ, അമ്മ, കുടുംബം, ഈ ഒരു വികാരം കൊണ്ടു നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. അതുള്ളവർക്ക് ഈ പടം മറക്കാം. ഇപ്പൊ ഞാൻ ഇന്നും ഈ സമയത്ത് ഞാൻ ലാൽ സാറിനോട് നല്ല തിരക്കിലൂടെ കാര്യങ്ങൾ ഓടി നടക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരു 8 മണി കഴിഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അതിലുള്ളപ്പോഴേ എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റും. അപ്പൊ ആ വികാരം കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും, അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും, ബാക്കിയുള്ളവരെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിംഗ് എനിക്കുള്ളൂ. ഉത്തരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അപ്പോ ഇത്തരത്തിലുള്ള പ്രമുഖ റിവ്യൂവേഴ്സ് ഇപ്പൊ ശകുനം മുടക്കിയെന്നൊക്കെ പറഞ്ഞ പോലെ പ്രേക്ഷകർ മുടക്കിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അവർക്ക് ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാനുള്ള രീതിയുണ്ട്. ഇപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് എൻ്റെ അവരുടെ എങ്ങനെയുണ്ടെങ്കിലും ചോദിക്കാറില്ല. എനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നതാണ്, എടാ എനിക്കത് വർക്കായി, നീ പോയി കണ്ടു നോക്കും എന്നേ പറയുന്നത്. അതാണ് എൻ്റെ മാന്യത. അല്ലെ, എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് അതിൻ്റെ റെസ്പെക്ട്. മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലുള്ളതാണ്. അതാണ് എൻ്റെ ഇതൊരു വിവാദമാക്കാൻ പറഞ്ഞിട്ട് ആർക്കും എന്ത് വേണോ പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട്. അത് എങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയുമാണ്. ഓക്കെ.